ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ദം മാഗി ചിക്കൻ ബിരിയാണിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം ഉണ്ടാക്കുന്നത്. ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. ചെറിയ പാക്കറ്റാണ് 3 പാക്കറ്റ്. പിന്നെ ഒരു ബൗളിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്ര ഉപയോഗിക്കാം. പിന്നെ 2 ഉള്ളി, 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്യാം ഉള്ളി. ഉള്ളിയും പച്ചമുളകും ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാഗി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അത് പാക്കറ്റ് പൊളിക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, ഓയിലാണ് ഒഴിച്ചത്, സൺഫ്ലവർ ഓയിൽ. ഇനി അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ചേർക്കുന്നത് മാഗി മസാലയാണ്. ഇപ്പോൾ 3 പാക്കറ്റ് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് മാഗി മസാല ഉള്ളിയിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു പകുതി വേവായിട്ടുണ്ട് ചിക്കന്. ഇനി ബാക്കി ദമ്മിടുമ്പോൾ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അതായത് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതാ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മാഗി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ദമ്മിടാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മസാല. ഇനി അതിലേക്ക് മാഗി പൊടിച്ചത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ പാക്കറ്റ് ചേർത്ത് കൊടുത്തു. വലിയ കഷ്ണം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3ാമത്തെ പാക്കറ്റ് മാഗി മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഗ്ലാസ് അളവാണ് എടുത്തത്. അതിൽ 2.5 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം വെള്ളം. ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് 3ാമത്തെ പാക്കറ്റ് മാഗി കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ മാഗി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ അടിയിലത്തെ ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മേലത്തെ ഭാഗം ആ ദമ്മിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദം മാഗി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം.
ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്, സലാമത്ത്.